ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അഖണ്ഡ 2 വിജയ ആഘോഷത്തിൽ നടൻ നന്ദമൂരി ബാലകൃഷ്ണ വിചിത്രമായ വാദങ്ങളുമായി മുന്നിലെത്തി. ഭാരതത്തിന്റെ സംസ്കാരവും പൈതൃകവും ഉയർത്തിപ്പിടിക്കുന്ന സിനിമയാണ് അഖണ്ഡ 2വെന്നും അത്തരമൊരു സിനിമയിൽ അഭിനയിക്കാനായതിൽ താൻ അഹങ്കരിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ദൈവികമായ ഇടപെടലില്ലാതെ ആർക്കും ജീവിക്കാനാകില്ലെന്നും ബാലകൃഷ്ണ പറയുകയുണ്ടായി. അഖണ്ഡ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചപ്പോൾ തനിക്ക് പ്രത്യേക ഊർജം ലഭിച്ചെന്നും അത്രയും ലൗഡായ ഡയലോഗുകൾ തനിക്ക് പറയാനുള്ള ശക്തി നൽകിയത് ഏതോ ഒരു അജ്ഞാത ശക്തിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അഖണ്ഡ 2 പോലൊരു സിനിമ ഇന്നത്തെ കാലത്ത് പ്രസക്തമാണെന്നും താരം പറഞ്ഞു. സ്വന്തം വേരുകൾ എത്രമാത്രം മഹത്തരമാണെന്ന് ഇന്നത്തെ തലമുറയെ അറിയിക്കേണ്ടതുണ്ട്. സിനിമ എന്ന ശക്തമായ മാധ്യമം ഞങ്ങൾ അതിനുവേണ്ടിയാണ് ഉപയോഗിച്ചത്. നമ്മുടെ പാരമ്പര്യവും സംസ്കാരവും എത്രമാത്രം വലുതാണെന്ന് ഇന്ന് ആർക്കും അത്രയും ധാരണയില്ല. വേദങ്ങളും ഉപനിഷത്തുക്കളുമാണ് ഇന്നത്തെ മോഡേൺ യുഗത്തിന് വഴികാട്ടിയായത്. നമ്മുടെ വേദങ്ങളെല്ലാം പഠിച്ച വിദേശികൾ അതെല്ലാം അവരുടെ നാട്ടിൽ കൊണ്ടുപോയി തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഹിറ്റ്ലർ അടക്കമുള്ളവർ നമ്മുടെ വേദഗ്രന്ഥങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് അറിവ് വച്ചാണ് ആറ്റം ബോംബും കമ്പ്യൂട്ടറുകളുമെല്ലാം നിർമ്മിച്ചത്. വേദഗ്രന്ഥങ്ങളിൽ പണ്ട് ഇതിനെക്കുറിച്ചെല്ലാം പ്രതിപാദിച്ചിട്ടുണ്ട്. അതെല്ലാം മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം. ശത്രുഘ്നൻ എന്ന ആയുർവേദ പണ്ഡിതൻ പൗരാണിക കാലത്ത് പല അത്ഭുതങ്ങളും ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇഞ്ചക്ഷൻ, ഓപ്പറേഷൻ തുടങ്ങിയ കാര്യങ്ങൾ ആധുനിക വൈദ്യശാസ്ത്രത്തിന് മുന്നേ ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ടെന്നും ബാലകൃഷ്ണ പറയുന്നു. തന്റെ സിനിമകളിലൂടെ ഇക്കാര്യം ജനങ്ങളിലെത്തിക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇന്നത്തെ തലമുറ എത്രമാത്രം ഇതെല്ലാം അംഗീകരിക്കുമെന്ന് കണ്ടറിയാം. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.